പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഞായറാഴ്ചയുടെ എവൻഗേലിയോൻ വായനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നാളെ വിശുദ്ധ ആരാധനയിൽ സജീവമായി പങ്കെടുക്കുവാൻ നമുക്കതേറെ പ്രയോജനം ചെയ്യുമെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. എവൻഗേലിയൻ വായനയിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഈ ധ്യാനം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും എലിസബത്തിൻ്റെയും കൂടിക്കാഴ്ചയിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ആ ദിവ്യ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് മഹത്വമുള്ള വ്യക്തിയായി, സമൂഹമായി, കുടുംബമായി ജീവിക്കുവാൻ ഈ ധ്യാനം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, പ്രസംഗിക്കുന്ന ബലഹീനനായ എന്നെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവമേ, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഞായറാഴ്ചത്തെ വായനയ്ക്ക് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് എലിശബായുടെ അടുക്കലേക്കുള്ള മറിയാമിൻ്റെ യാത്രയുടെ ഞായറാഴ്ച എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. യേശുവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് ഏറെ ഒരുക്കങ്ങളോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ ജനനത്തെ സ്വീകരിക്കുവാൻ, അതിൻ്റെ ഓർമ്മയെ സ്വീകരിക്കുവാൻ നമുക്ക് ഈ വായനകളെല്ലാം ഒരുപാട് അനുഗ്രഹപ്രദമാകുമെന്ന് കണ്ടിട്ടായിരിക്കണമല്ലോ പിതാക്കന്മാർ ഈ വായനകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വായന എവൻഗേലിയോനിൽ നിന്നാണ്, സുവിശേഷത്തിൽ നിന്നാണ്. സന്ധ്യയുടെ വായന പ്രഭാതത്തിൻ്റെ വായനയും കൂടി ചേർത്താണ് ഒരുമിച്ച ഒരേ വായന തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെ വാക്യങ്ങളാണ്. ഇനി കുർബാനയുടെ രാവിലത്തെ പഴയ നിയമ വായനകൾ ഉൽപ്പത്തി പുസ്തകം 27-ന്റെ 22 മുതൽ 40 വരെ വാക്യങ്ങളും യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളുമാണ്. അതുപോലെ തന്നെ കുർബാനയുടെ ലേഖനങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്നത് പൊതുവിനെഴുതിയ ലേഖനം 1 പത്രോസ് 2-ന്റെ 6 മുതൽ 10 വരെയും, റോമാലേഖനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയും, ഗലാത്യർ 3-ന്റെ 15 മുതൽ 22 വരെ വാക്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വിശുദ്ധ എവൻഗേലിയോൻ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെ വാക്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെ വാക്യങ്ങൾ എലിശബായുടെ അടുക്കിലേക്കുള്ള മറിയാമിൻ്റെ യാത്രയെ അനുസ്മരിക്കുന്ന വേദഭാഗങ്ങളാണിതെല്ലാം. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. 85-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: കൃപയും സത്യവും എതിരേറ്റ് പുണ്യവും സമാധാനവും ചുംബിക്കും. ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് ചേർന്ന ഒരു ദൈവവചനമാണ് പിതാക്കന്മാർ കൊടുത്തിരിക്കുന്നത്. കൃപയും സത്യവും എതിരേറ്റ് പുണ്യവും സമാധാനവും ചുംബിക്കും. സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെ വായനകൾ വായിച്ചു കേട്ടല്ലോ. നിങ്ങളും കൂടെ വായിക്കണം, സമയം പോലെ വായിക്കണം. യേശു മാർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ വരുന്ന ഭാഗമാണ് നമ്മൾ സന്ധ്യയുടെ വായനയായിട്ട് വായിച്ച് ധ്യാനിക്കുന്നത്. അവിടെ മറിയവും മാർത്തയും യേശുവും. മാർത്ത പല കാര്യങ്ങളെക്കുറിച്ചും വ്യാകുലപ്പെട്ടും അസ്വസ്ഥയായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ മറിയാം യേശുവിൻ്റെ തൃപ്പാദത്തിങ്ങളിരുന്ന്
ദൈവവചനം കേൾക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, മറിയം നല്ല കാര്യം, നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് പറയുകയാണ്. എലിസബത്തിൻ്റെയും മറിയത്തിൻ്റെയും കന്യകമറിയാമിൻ്റെയും കൂടിക്കാഴ്ചയിൽ പരിശുദ്ധാത്മാവ് അവരെ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് സംസാരിച്ചതുപോലെ ഇവിടെ രണ്ട് സഹോദരിമാര് നല്ല അംശം തിരഞ്ഞെടുക്കുന്ന അനുഭവത്തെക്കുറിച്ച് യേശു അവരെ പഠിപ്പിക്കുകയാണ്. നമുക്കും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയണം, നാം എന്തെല്ലാം ഈ ഭൂമിയിൽ തിക്കും തിരക്ക് കൂട്ടിയാലും കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുന്നില്ലെങ്കിൽ, കർത്താവിനെ കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ എല്ലാം നിഷ്ഫലമാണ് എന്ന് ഈ വായനയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുവാനുള്ള സമയം കണ്ടെത്താൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മാർത്ത പലതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടപ്പോൾ മറിയം ഒന്ന് തിരഞ്ഞെടുത്തു, അത് നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്. അതാണ് നിലനിൽക്കുന്നതുള്ളൂ എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നിലനിൽക്കുന്ന കാര്യങ്ങളിലേക്ക് ഇന്ന് പലപ്പോഴും ആളുകളൊക്കെ ചിന്തിക്കുന്നത് പ്രാർത്ഥന അല്ലെങ്കിൽ സുവിശേഷ കേൾവി, വേദപുസ്തക വായന, ഇതിനൊക്കെ സമയം ചെലവിടുന്ന ആ സമയം കൊണ്ട് പൈസ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ, ഉപജീവന മാർഗത്തിനുള്ള തിക്കും തിരക്കും ഉണ്ടാക്കുന്നതിൽ നല്ലതെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പ്രായമായി അവസാനം നമ്മൾ ഈ ഭൂമി വിട്ടു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി വാർദ്ധക്യ ഒക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾക്കൊന്നുമില്ലാത്ത, നമ്മൾ ശൂന്യരായി തീരും, ഒരു പ്രാർത്ഥന പോലും അറിയാത്ത ആളുകളായി തീരുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ. ആ മറിയത്തെ പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ, യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുവാൻ നമുക്ക് കൃപ നൽകട്ടെ. ഇവിടെ മറിയമ്മിൻ്റെ നല്ല പങ്ക് എന്ന് പറയുന്നത് ദൈവിക പദ്ധതി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് എന്നും നല്ല അനുഗ്രഹം ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞതും കൂടി നമ്മൾ ഓർക്കുകയാണ്. ദൈവിക പദ്ധതി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് എന്നും എന്നാളും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അതിൻ്റെ ഒരു തുടർ പോലെയാണ് ഉൽപ്പത്തി പുസ്തകം. നമ്മൾ പഴയ നിയമം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം. അവിടെ ഇതുപോലെ 3 വ്യക്തികളാണ്. ഒന്ന് അപ്പനായ ഇസഹാക്ക്, 2 മക്കളായ യാക്കോബും ഏശാവും. ഇവരെ അനുഗ്രഹം വാങ്ങുവാനായിട്ട് 2 പേരും തുനിഞ്ഞിരിക്കുകയാണ്. ഒരാളെ ചതിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും ചതിച്ചതായിട്ട് വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല. ഉപായത്തിലൂടെ തട്ടിയെടുത്തു എന്ന് ഇസഹാക്കും ഏശാവും പറയുന്നതല്ലാതെ യാക്കോബ് അങ്ങനെ ചെയ്തു എന്ന് വേദപുസ്തകം പറയുന്നില്ല. കാരണം വേദപുസ്തകം വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് യാക്കോബിനാലാണ് വംശം നിലനിൽക്കുന്നതെന്നും യാക്കോബിലൂടെയാണ് ദൈവം അനുഗ്രഹം ചൊരിയണതെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ ജനന സമയത്ത് തന്നെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവിക പദ്ധതി ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 22 മുതൽ 40 വരെ വാക്യങ്ങളാണ്. ദൈവിക പദ്ധതികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ അപ്പനും മക്കളൊക്കെ ആയിട്ട് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും. പലരും നാട് വിട്ടു പോകേണ്ടവരും, സങ്കടപ്പെടേണ്ടവരും, ഒറ്റപ്പെടേണ്ടവരും, കൊലപാതകവും വൈരാഗ്യവും വിദ്വേഷമൊക്കെ നമ്മുടെ മനസ്സിലെന്നും സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കും. അപ്പൊ ഇതിൽ നിന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തൻ്റെ കടിഞ്ഞൂൽപുത്ര സ്ഥാനം വിറ്റ ഏശാവിനെ പോലെ ആരും അസന്മാർഗീയോ അധാർമികനോ ആകരുത്. ഏശാവിനെയാണ് പൗലോസ്ലീഹ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ഒരു നേരത്തെ അവകാശത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു. ദൈവം നൽകുന്ന ആ മഹത്വത്തിന്റെ അവകാശമായിരുന്നു അത്. യേശുവിനോട് കൂടെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുവാനുള്ള മഹത്വത്തിന്റെ അവകാശമായിരുന്നു ജ്യേഷ്ഠാവകാശം. അതൊരു ഊണിനു വേണ്ടി നഷ്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത നഷ്ടമാണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ തീറ്റയും കുടിയിലും ആർഭാടങ്ങളിലൊന്നുമല്ല നമ്മൾ ചെലവഴിക്കേണ്ടത്. അതൊക്കെ നമുക്ക് ദൈവം തന്നു എന്നുള്ള ആ ഒരു
ചിന്തയിൽ സന്തോഷത്തിൽ ഉള്ളിച്ചാടി അനുഗ്രഹങ്ങൾ ഏറ്റുപറഞ്ഞു നടക്കുകയല്ല വേണ്ടത്. അത് വേണ്ട എന്നല്ല, മറിച്ച് നമ്മുടെ ആത്മാവിന്റെ അനുഭവം എന്താണ്, നമ്മുടെ മഹത്വത്തിന്റെ അനുഭവം എന്താണ്, ദൈവം നമുക്ക് നൽകുന്ന രക്ഷയുടെ അനുഭവം എന്താണെന്നും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 8 വാക്യത്തിൽ, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. പ്രിയമുള്ളവരെ, പ്രസാദകാലം ഏതാണ്? ഈ മഹത്വത്തിന്റെ കാലമാണ്. എലിസബത്തും മറിയം തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവർ തമ്മിൽ പരിശുദ്ധാത്മാവിൽ സംസാരിച്ച അതേ കാര്യങ്ങളാണ് ഈ മഹത്വത്തിന്റെ കാലം. പരിശുദ്ധാത്മാവ് മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മളിലേക്ക് എഴുന്നള്ളി വന്ന് സ്വർഗം തുറന്ന് നമുക്ക് ആ പരിശുദ്ധാത്മാവിന് നൽകുമ്പോൾ, ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ, ഇന്ന് ഈ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്തോഷം, ആനന്ദം, സമാധാനം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, അങ്ങനെ അതിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും എല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ജീവിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഇതാണ് പഴയ നിയമ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. വീണ്ടും യെശയ്യാ പ്രവചനമാണ് 2ാമത്തെ വായന കൊടുത്തിരിക്കുന്നത്. അതും കൃത്യമായി പ്രിയമുള്ളവരെ അതിൻ്റെ 6-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ്. പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ശ്രാപ്പികളെ കണ്ട യെശയ്യാ എന്ന് പറയുന്ന ഗീതം ചൊല്ലുമ്പോൾ ഈ ഭാഗം ചേർത്താണ്, ഈ ഭാഗമാണ് നമ്മൾ പാടുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ യെശയ്യാ പ്രവാചകൻ ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാൻ കഷ്ടതയുള്ള മനുഷ്യനാണ്, ദുരിതമുള്ള മനുഷ്യനാണെന്ന് ദൈവത്തിന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ ജനത്തോട് പറയുന്ന 10 കൂട്ടം ദുരിതങ്ങളുണ്ട്. 10 കൂട്ടർക്ക് ദുരിതം എന്ന് പറയുന്നുണ്ട്. പ്രവാചക ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. നിങ്ങൾ വായിച്ചു നോക്കണം 5-ാം അധ്യായം, യെശയ്യാ പ്രവചനം 5-ാം അധ്യായം. അതിൽ 10 കൂട്ടർക്കാണ് ദുരിതം പറയുന്നത്, കഷ്ടത പറയുന്നത്, അവർക്ക് മഹാദുരിതമാണ് പറയുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുന്നു, അയ്യോ എനിക്ക് ദുരിതം. കാരണം അത്രമാത്രം ദൈവ തേജസ് ആ പ്രവാചകനിൽ വെളിപ്പെട്ടപ്പോൾ തൻ്റെ ദുരിതത്തെ കുറിച്ചാണ് താൻ നിലവിളിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തോട് നമ്മൾ തുലനം ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമെന്ന് വളരെ വ്യക്തമായി അറിയാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് നല്ല സൂര്യപ്രകാശത്തിൽ പലതും കാണാൻ കഴിയും. എന്നാൽ ഇരുട്ടുള്ള ഒരു മുറിയിൽ ജനാല തുറന്നു കിടക്കുകയാണെങ്കിൽ രാവിലത്തെ വെളിച്ചത്തിൽ, രാവിലത്തെ സൂര്യന്റെ ആ വെളിച്ചം ആ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ പൊടിപടലങ്ങൾ പറന്നു കിടക്കുന്നത് കാണാൻ കഴിയും. പൊടിപടലങ്ങൾ, പ്രത്യേകിച്ച് പണ്ട് കാലത്തൊക്കെ ചാണം മെഴുകിയ തറയുള്ള വീടുകളിലൊക്കെ അത് എന്താ പറയുന്നത്, എല്ലാ സമയത്തും കാണാവുന്ന കാര്യങ്ങളായിരുന്നു. രാവിലെ വരയൊക്കെ അടിച്ച് വൃത്തിയാക്കി പണിക്ക് പോകേണ്ടവർ പണിക്ക് പോയി കഴിയുമ്പോൾ പിള്ളേര്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, പിള്ളേർ ശ്രദ്ധിക്കുമ്പോൾ, പിള്ളേർ കളിച്ചു നടക്കുമ്പോൾ ആ ജനലിൻ്റെ ആ വിള്ളലിലൂടെ വെളിച്ചം കടന്നു വരുമ്പോൾ ഈ പൊടി ഇങ്ങനെ പറക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളിലുള്ള പാപാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മറ്റുള്ളവർക്ക് ദുരിതമെന്ന് പറയുന്ന നമ്മൾ തന്നെ നമ്മുടെ ദുരിതവും കൂടി കണ്ടുപിടിക്കണമെന്ന് ഈ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഭാഗവും കൂടിയാണത്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം വായിക്കണം, 6-ന്റെ 1 മുതൽ 11 വരെ വാക്യങ്ങൾ വായിക്കണം. ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പൊതുവിനെഴുതിയ ലേഖനത്തിലും വളരെ വ്യക്തമായി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 1 പത്രോസ് 2-ന്റെ 6 മുതൽ 10 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലായി യേശുക്രിസ്തുവിനെ ദൈവം സ്ഥാപിച്ചു എന്നാണ്. അതിന്റെ വിളംബരമാണ്, അതിന്റെ പ്രഖ്യാപനമാണ് സത്യത്തിൽ എലിസബത്തും മറിയവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലായി യേശുക്രിസ്തുവിനെ ദൈവം സ്ഥാപിച്ചു. വിശ്വസിക്കുന്നവർക്ക് മഹത്വം ലഭിച്ചിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല വിളിച്ചവന്റെ, ദൈവത്തിന്റെ മഹത്വങ്ങളെ അറിയിക്കുവാനുള്ള ചുമതലയും നൽകിയിരിക്കുന്നു എന്ന്. രാജകീയ
പുരോഹിതവർഗമായി നമ്മളെ ഉയർത്തി ആ വിളിച്ചവന്റെ മഹത്വങ്ങളെ പ്രകീർത്തിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ടോ എന്നും ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. അത് നമ്മൾ തൊട്ടു മുമ്പ് വായിച്ച യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെയാണ്. പ്രവാചകനെ നാവിന് തീക്കനൽ കൊണ്ട് നാവ് ശുദ്ധീകരിച്ചപ്പോൾ ആരെനിക്കായി പോകും, ആരെ ഞാൻ അയക്കും എന്ന് പറയുമ്പോൾ അടിയനിതാ എന്നെ അയച്ചാലും എന്ന് പറയുന്നുണ്ട്. ഈ വാക്യങ്ങളൊക്കെയും പ്രിയമുള്ളവരെ വളരെ വ്യക്തമായും ശക്തമായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി പിതാക്കന്മാർ ക്രമീകരിച്ച് തന്നിരിക്കുന്നതാണെന്നും പരിശുദ്ധാത്മാവ് അതനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നതാണെന്നുള്ള ചിന്ത നമുക്ക് വേണം. നമ്മളിങ്ങനെ തുടർന്ന് വായിക്കുമ്പോൾ അലസത ഉണ്ടാകരുത് എന്ന് ഓർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ആ വിളിച്ചവന്റെ മഹത്വങ്ങളെ പ്രകീർത്തിക്കുവാനുള്ള ശക്തിയും ബലവും അത് പ്രഘോഷിക്കുവാനുള്ള അന്തസ്സും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനമാണ്. അത് ഗലാത്യ ലേഖനം കൂടി ചേർന്ന് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. അവിടെയും ഇങ്ങനെ തന്നെയാണ് പൗലോസിലെ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ മഹത്വം അറിയിക്കുവാൻ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മളിലൂടെ യേശുവിന്റെ വാഗ്ദാന പ്രവചനങ്ങളെല്ലാം നിറവേറേണ്ടിയിരിക്കുന്നു എന്ന് അവിടെ വ്യക്തമായി പറയുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മഹത്വത്തിന്റെ ദിവസങ്ങളായിട്ട് ഈ ദിവസത്തെ നമ്മൾ കാണണം. വീണ്ടും നമ്മൾ എവൻഗേലിയോനിലേക്ക് വരികയാണ്. എവൻഗേലിയോനിലേക്ക് വരുമ്പോൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 30-39 മുതൽ 56 വരെ വാക്യങ്ങൾ. ഒന്നാമത് അവിടെ മറിയം എഴുന്നേറ്റ് മലനാട്ടിൽ യഹൂദിയായിലെ ഒരു പട്ടണത്തിലേക്ക് താല്പര്യത്തോടെ സ്കറിയായുടെ ഭവനത്തിൽ ചെന്ന് ചേർന്നു എന്നാണ്. തിടുക്കത്തോടെ, താല്പര്യത്തോടെ, സന്തോഷത്തോടെയൊക്കെ മറിയം യഹൂദിയായിലെ മലനാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നാണ്. താൻ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഗർഭം ധരിക്കപ്പെടും എന്ന് പറയുമ്പോൾ ഒരു കന്യക യഹൂദ മതത്തിൽ പുരുഷനെ അറിയാതെ അല്ലെങ്കിൽ വിവാഹം ചെയ്ത പുരുഷനുമായി കൂടിച്ചേർന്ന് ജീവിക്കുന്നതിന് മുമ്പ് ഗർഭം ധരിക്കപ്പെട്ടാൽ ആ കന്യകയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അവസ്ഥ കല്ലെറിഞ്ഞു കൊല്ലപ്പെടണമെന്നുള്ള നിയമം നിൽക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിലെ താമാറിനെയൊക്കെ അങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന വിധി പ്രസ്താവിക്കാനായിട്ട് പുരുഷ മേധാവിത്വം ഒരുമിച്ച് കൂടിയപ്പോൾ ആ മോതിരം കൊണ്ടാണ്, വടിയും മോതിരവും ഒക്കെ കൊണ്ടാണ് താമാർ രക്ഷപ്പെട്ടതെങ്കിൽ അതൊക്കെ അറിയാവുന്ന മറിയം, യഹൂദ നിയമങ്ങൾ അറിയാവുന്ന മറിയം, ലോകക്രമങ്ങളൊക്കെ അറിയാവുന്ന മറിയം തൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഇതാ വന്ധ്യയായിരുന്നവൾ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന അറിവാണ്. ഒരുപക്ഷെ മറിയവും മുൻകാലങ്ങളിൽ എലിസബത്തിനൊരു കുഞ്ഞുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ സന്തോഷ വാർത്ത കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തിടുക്കത്തിൽ യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ നമുക്കൊരു തിടുക്കം ആവശ്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ദൈവസന്നിധിയിൽ ആയിരിക്കാനൊക്കെ ആയിട്ട് നമുക്കൊരു തിടുക്കം ഉണ്ടായിരിക്കണം. പല കാര്യങ്ങളിൽ മാർത്ത വ്യാപൃതയായതുപോലെയല്ല മറിയം ആ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് നമുക്ക് വരട്ടെ. ഇവിടെ ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, പഴയ നിയമത്തിന്റെ എലിസബത്തും സ്നാപയോഹന്നാനും പ്രതിനിധീകരിക്കുന്നു. പുതിയ നിയമത്തെ മറിയവും യേശുക്രിസ്തുവും പ്രതിനിധീകരിക്കുന്നു. അപ്പൊ പുതിയ ഇസ്രായേലിനെ പഴയ ഇസ്രായേലിന്റെ പുതിയ ഇസ്രായേലിനെ വരവേൽക്കുവാനായി, അല്ലെങ്കിൽ പുതിയ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ മോചിപ്പിക്കുന്ന രക്ഷകനായ യേശുക്രിസ്തുവിനെ പഴയ നിയമത്തിലേക്കും സ്വീകരിക്കുന്നതിനായി ഈ വായനകളെല്ലാം ആദ്യം മുതലേ ക്രമീകരിച്ച്, ഉൽപ്പത്തി മുതൽ ഇങ്ങനെ നമുക്ക് ക്രമീകരിച്ചു തന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ സംയോജിപ്പിച്ചിരിക്കുകയാണ്. സ്നാപയോഹന്നാനിലൂടെ, യേശുക്രിസ്തുവിലൂടെ, എലിസബത്തിലൂടെ, മറിയത്തിലൂടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ഇന്നലകളെ നാം തള്ളിക്കളയല്ല, ഇന്നലകളിൽ നമുക്ക് വന്നുപോയ നഷ്ടങ്ങളെ ഓർത്ത്, വേദനിക്കുന്ന അനുഭവങ്ങളെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കാതെ ഇന്നിന്റെ നന്മകളെ, ഇന്ന് നമുക്ക് യേശുക്രിസ്തു വഴി ദൈവം നൽകുന്ന അനുഭവങ്ങളെ, മഹത്വീകരിക്കുന്ന ആ പ്രവൃത്തികളെ സ്വീകരിക്കുവാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ഇവിടെ എലിസബത്ത് 2-3 കാര്യങ്ങൾ മറിയത്തോട് പറയുന്നുണ്ട്. ഒന്ന്, മറിയം എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സംസാരിക്കുകയാണ്. മറിയത്തിന്റെ വിശ്വാസത്തെ എടുത്തു പറയുകയാണ്. മറിയം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാകുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് എലിസബത്ത് പറയാണ്. ഒരിക്കലും ദൂതൻ മറിയത്തോട് സംസാരിക്കുമ്പോൾ എലിസബത്ത് അവിടെയില്ല. എലിസബയോട് സ്കറിയ പുരോഹിതൻ വന്ന് സംസാരിക്കുമ്പോഴും അവിടെ ദൂതനില്ല. പക്ഷെ ഇപ്പോൾ അവര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സംസാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാലദേശ ഭേദമന്യേ, സമയ ഭേദമന്യേ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സന്ദേശം ലഭിക്കുമെന്നുള്ള തിരിച്ചറിവുണ്ടാകുക. അപ്പോൾ മറിയത്തിന്റെ വിശ്വാസം എലിസബത്ത് ഏറ്റുപറയുകയാണ്. അതിന് അടയാളമായി പറയുന്നത്, നിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എൻ്റെ ഉദരത്തിൽ പ്രജ തുള്ളിച്ചാടി എന്നാണ്. അഭിവാദന സ്വരം കേട്ടപ്പോൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിന്നീട് മറിയം പറയുന്ന വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. മറിയത്തിന്റെ ചിത്തം, മറിയത്തിന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. രക്ഷിതാവായ ദൈവത്തിൽ ആത്മാവ് സന്തോഷിച്ചു, തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോൾ മറിയം താഴ്ചയുള്ള എളിമയുള്ള പെൺകുട്ടിയായിരുന്നുവെന്ന് നമുക്ക് വ്യക്തമായി ഈ ദൈവിക സ്തുതിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം എളിമയുണ്ടോ, എത്രമാത്രം താഴ്മ നമ്മൾ ധരിക്കുന്നുണ്ടോ, അത്രമാത്രമേ നമ്മൾക്ക് ദൈവകൃപയാൽ നിറയപ്പെടുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളെ അവസാനിപ്പിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ആദിയോടന്തമുള്ള ഇന്നത്തെ വേദവായനകളെല്ലാം നമ്മളെ മഹത്വവൽക്കരിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നാളത്തെ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ വചനങ്ങളൊക്കെയും വായിച്ച് ധ്യാനിച്ച് ഏറെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ മറിയവും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ സന്തോഷാനുഭവം നാളത്തെ വിശുദ്ധ കുർബാനയുടെ ആഘോഷ സമയത്തൊക്കെയും നമുക്ക് കണ്ടുമുട്ടുവാൻ, നമ്മുടെ ഉള്ളിൽ മറിയം പറഞ്ഞതുപോലെ ചിത്തം കർത്താവിൽ സന്തോഷിക്കുവാൻ, തുള്ളിച്ചാടുവാനുള്ള അനുഭവം ഉണ്ടാകുവാൻ ഇടയാകണം. മാത്രമല്ല, വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് ഒരുങ്ങിപ്പോണം. വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ യേശുക്രിസ്തു മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിലും രൂപപ്പെടുവാൻ ഇടയാകണം. അതിനനുസരിച്ചുള്ള പ്രാർത്ഥനയും ധ്യാനവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവേറ്റണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതുവരെ എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സമയം വരെയും ഞങ്ങൾക്ക് ഈ വായനകളിൽ നിന്നെല്ലാം അല്പസമയം ധ്യാനിക്കുവാൻ നൽകിയ കൃപയ്ക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയുടെയും സ്നാപയോഹന്നാന്റെയും എലിസബത്തിൻ്റെയൊക്കെയും മാധ്യസ്ഥ ഞങ്ങൾ തേടുന്നു. സ്കറിയ പുരോഹിതന്റെയും യോസേപ്പ് പിതാവിൻ്റെയൊക്കെ മാധ്യസ്ഥം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നും ഞങ്ങളെ വഴി നടത്തുന്ന, ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായിരിക്കുന്ന യേശുക്രിസ്തു, അനന്യന്റെ ആയിരിക്കുന്ന ആ വ്യക്തിത്വം ഞങ്ങളുടെ ഉള്ളിൽ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മറിയത്തിൻ്റെ ഉദരത്തിൽ പ്രജ രൂപപ്പെട്ടതുപോലെ ഞങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കും. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഒതുന്നു. നിക്കോദേമോസേ, നീ ഇതൊന്നും അറിയുന്നില്ല എന്ന് ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നടത്തി പറയുവാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ കൃപയുടെ സമൃദ്ധി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് അനേകർക്ക് ഷെയർ ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കൂടാതെ വിശ്വാസം എന്ന ആ വിഷയത്തിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ശുശ്രൂഷകളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടുത്തെ ധ്യാനത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചു നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.